സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കാതെ സ്വിംഗ് ട്രേഡ്സ് എടുത്തിട്ട് ആ ട്രേഡ് നഷ്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ആക്കുന്ന പ്രഗത്ഭരായ കുറച്ച് കൂട്ടുകാർ എനിക്കുണ്ട്. അവർക്കൊന്നും ഇനി ഈ അടുത്ത കാലത്തൊന്നും ആ വന്നേക്കുന്ന ലോസുകൾ റിക്കവർ ചെയ്യുന്നുള്ള പ്രതീക്ഷ വേണ്ട. അതേപോലെയാണ് മാർക്കറ്റ് താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നത്. ഇനി ഭാവിയിൽ ഇതേപോലത്തെ ട്രാപ്സിൽ നിങ്ങൾ പെടാതിരിക്കാനായിട്ട് ഈ പേജ് ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ മാർക്കറ്റിന്റെ അന്തകനാവുന്ന കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും, ഇനി മുതൽ US അലുമിനിയം സ്റ്റീൽ പ്രൊഡക്ട്സുകൾ ഇമ്പോർട്ട് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ 25% അധിക ടാക്സ് അടയ്ക്കണം എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഡാറ്റ വെച്ച് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്റ്റീലും അലുമിനിയം ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യമാണ് US എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയിലത്തെ സ്റ്റീൽ ആൻഡ് അലുമിനിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളെ മോശമായി ബാധിക്കുന്നുള്ളത് യാതൊരു സംശയമില്ല. ഇത് മാത്രമല്ല, റെസിപ്രോക്കൽ ടാക്സ് സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. അതായത് ഇപ്പൊ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഒരു കാറ് അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2.5% ടാക്സ് അടച്ചാൽ മതി. അതേസമയം യൂറോപ്യൻ യൂണിയനിലേക്ക് അമേരിക്കയിൽ നിന്ന് ഒരു കാറ് ഇമ്പോർട്ട് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ 10% ടാക്സ് അടയ്ക്കണം. അതെങ്ങനെ ശരിയാവാനാണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയൻ 10% ടാക്സ് വാങ്ങുന്നുണ്ടെങ്കിൽ ഞങ്ങളും 10% ടാക്സ് വാങ്ങും എന്നാണ് പറയുന്നത്. ഇതും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യ, തായ്ലൻഡ് പോലത്തെ രാജ്യങ്ങൾക്കാണ്. കാരണം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ടാക്സ് ചുമത്തുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും തായ്ലൻഡും. ഇപ്പൊ ഇന്ത്യ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. യുഎസിന്റെ അധികമായിട്ടുള്ള ടാക്സ് ഇന്ത്യയിൽ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യണം? യുഎസിന്റെ ഉൽപ്പന്നങ്ങൾക്ക് ടാക്സ് കുറയ്ക്കണം എന്നുള്ളതാണ്. ഈ വരുന്ന ആഴ്ച മോഡിജിയും ട്രംപും തമ്മിൽ US ഒരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. അതിൽ മോഡിജി എങ്ങനെയാണ് ബുദ്ധിപരമായിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്യാൻ നോക്കാം. ഇനി എങ്ങാനും കാര്യങ്ങൾ കൈവിട്ട് പോയി കഴിഞ്ഞാൽ നിഫ്റ്റി എത്ര വരെ വീടും എന്നുള്ളത് താഴെ കമന്റ് ചെയ്യും.